ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. നല്ലൊരു കിടിലൻ പ്രോട്ടീൻ പൗഡറാണെന്ന് ഞാൻ കാണിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഞാനത് സ്പെഷ്യലി കുട്ടികൾക്ക് കേട്ടോ. നല്ലൊരു കിടിലൻ പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ടും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടണിനോടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളെ പ്രോട്ടീൻ പൗഡർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ കപ്പലണ്ടി, നമ്മളെ കടലയില്ലേ, നിലക്കടല, അതെടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. റോസ്റ്റ് ചെയ്തതാണ്. നമ്മളിത് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചക്കപ്പലണ്ടി വാങ്ങിയിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്താലും മതി കേട്ടോ. ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലതാണ്. ഞാനിപ്പോൾ ഇതുപോലത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് വറുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്താലും മതി കേട്ടോ. ഞാനൊരു 100 ഗ്രാം വീതമാണ് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കപ്പലണ്ടി എടുത്തു. ഇനിയിപ്പോൾ ഇതാ ഒരു 100 ഗ്രാം പിസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഷെല്ലിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുത്തിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ നമ്മളൊരു 2-3 കപ്പൊക്കെ പിസ്ത എടുത്താലാണ് നമുക്കിതുപോലെ ഒരു കപ്പ് കിട്ടുക കേട്ടോ. ഒരു കപ്പ് നിങ്ങൾ ഒരു ഗ്ലാസ്സിലേക്കോ എന്തിലേക്കോ അളന്നെടുത്താൽ മതിയേ. പിന്നെ ഇതാ സെയിം അളവ് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം അളവ് കുറച്ച് ബദാം കൂടി എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടും ബദാമൊക്കെ നിങ്ങൾ കഴുകിയിട്ട് എടുക്കുക കേട്ടോ. കഴുകി ഒന്ന് ഉണക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. പിസ്ത പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അങ്ങനെയാണല്ലോ വരുന്നത്. അങ്ങനെ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇത്ര തന്നെ അളവിൽ റാഗിയിലെ നമ്മൾ മുത്താറിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്കിതാ നമ്മളെ കപ്പലണ്ടിയില്ലേ, കടല, അതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ല കടലയാണേ. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതാ നമ്മളെ കപ്പലണ്ടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നു വേണ്ട. ഇതിപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്തതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അത് ക്രിസ്പി ആയിട്ട് വന്നോട്ടെ. ഒരുപാട് കരിഞ്ഞു പോകുന്ന രീതിയിലൊന്നും വറുത്തെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ ഞാനതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കളർ ചേഞ്ച് ഒരുപാടങ്ങ് കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല നമ്മളിത് എടുത്തു വെക്കുന്ന സമയത്ത് ഇത് കേട് വന്നു പോരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കും കൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കപ്പലണ്ടി ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റായി കൂടുതലായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാഷ്യൂനട്ട് ഉണ്ടല്ലോ, കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാഷ്യൂനട്ട് ഈ സമയത്ത് കഴുകിയതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്നൊന്ന് വെള്ളത്തിലിട്ട് എടുത്തിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. കളർ ചേഞ്ച് ആവാതെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ. റാഗി ഒരു സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞുതരാം, റാഗി എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇത് നിങ്ങൾക്കില്ല ഇങ്ങനെ ഒരു പ്രോട്ടീൻ പൗഡർ നിങ്ങളാക്കി. ഇത് ഞാൻ കർക്കിടക സ്പെഷ്യലായിട്ട് ഇപ്പം കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ കർക്കിടക സ്പെഷ്യലൊന്നും അല്ല കേട്ടോ. കാര്യം ഏത് ടൈമിലും നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തീരുന്നതിനനുസരിച്ച് നമുക്കിത് പൊടിച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവുന്നത് നല്ലതാണ്. കുട്ടികൾക്കും ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഓരോ ടീസ്പൂൺ വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ കഴിക്കൂല. അതങ്ങനെ കേട് വന്നിട്ട് ബദാമൊക്കെ പ്രത്യേകിച്ചും അങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മളത് എടുത്തിട്ട് കഴിച്ചോളും. കഴിക്കാൻ പിന്നെ ഈസിയാണല്ലോ. മാത്രമല്ല കുട്ടികൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു, അവർ കുടിക്കുന്ന പാലിൽ സാൻഡ്വിച്ച് എന്തെങ്കിലും ആക്കി കൊടുക്കുന്നുണ്ട്, സ്വീറ്റ് സാൻഡ്വിച്ച് എന്തെങ്കിലും ആക്കി കൊടുക്കുക, അതിലിട്ട് കൊടുക്കുക. അവരെ ദോശ ബാറ്ററിൽ ഇട്ട് കൊടുക്കുക. കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവരെക്കുറിച്ചാട്ടോ ഞാൻ പറയുന്നത്. കഴിക്കുന്നവരാണെങ്കിൽ പിന്നെ പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. ബദാം കണ്ടോ, ബദാം ഇങ്ങനെ പിളർന്ന് വരും കേട്ടോ. അങ്ങനെ പൊട്ടി അടർന്ന് വീഴുന്നവരെ കാക്കണ്ട, ഇങ്ങനെ അടർന്ന് പോകുന്നവരെ കാത്തിക്കുന്നത്. ഇങ്ങനെ പൊട്ടി പിളർന്ന് വരും കേട്ടോ, അതാണ് കണക്ക്. അപ്പോൾ ഇതാ അതും റെഡി ആയിട്ടുണ്ടേ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളെ പിസ്തയല്ലേ, പിസ്തയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിസ്ത ശരിക്കും ക്രിസ്പി ആയിട്ട് തന്നെയാട്ടോ ഉണ്ടാവുക. എന്നാലും ഒന്ന് കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിസ്ത ഒരുപാടങ്ങിട്ട് ഇളക്കേണ്ട കാര്യമില്ല, അറിയാലോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ റാഗി, അത് ഞാൻ കഴുകി, അതിൽ നല്ല വേസ്റ്റ് ഉണ്ടാവും കേട്ടോ, മണലൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകി അരിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിതാ നന്നായി ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തുടരെ ഇളക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ തന്നെ ഇത്
നമ്മൾ കഴുകാത്ത, അതായത് നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾ കഴുകി വെച്ച റാഗി ആണെങ്കിലും, കാര്യം പെട്ടെന്ന് നമ്മളെ മിക്സീൻ്റെ ജാറിൽ പൊടിഞ്ഞ് കിട്ടാനും ഒക്കെ നല്ലതാണ്. നമ്മളിതിൻ്റെ തവിട് കളയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജാറിൽ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ അരിച്ചെടുക്കുക. ഞാനിത് ഇതിൻ്റെ തവിടോട് കൂടിയിട്ട് കിട്ടണം എന്ന് വിചാരിച്ച് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതും കൂടി. കാരണം അത് ഭയങ്കര ഹെൽത്തി ആണല്ലോ അതിൻ്റെ തവിടോട് കൂടി നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പായിട്ട് വരികയും ചെയ്യും, നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞും കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് അങ്ങ് അതിൻ്റെ തവിടോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാനും വേണ്ടിയിട്ട് പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു പൊട്ടി അതിങ്ങനെ വരും കേട്ടോ. അങ്ങനെ തുടരെ ഇളക്കി കൊടുത്താൽ മതി, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഞാൻ ഈ ഒരു പാന് കുറേ പേര് ഇൻഡസ് വാലിൻ്റെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്, അവരുടെ അതിൽ നിന്ന് എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിയവരില്ലേ ഈ ഒരു ഇതില്ലേ, ഈ ഒരു റെഡ് മറ്റേ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിൽ, അതും കൂടെ വാങ്ങിക്കോട്ടോ. ഇതിപ്പോൾ വണ്ടർ ഷെഫിൻ്റെ എൻ്റെ വേറെ ഒരു പാനിൻ്റെ ഞാൻ എടുത്തതാണ്. ഇൻഡസ് വാലിയിൽ അവരതിന് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് 100 രൂപ 110 രൂപ അങ്ങനെ എന്തോ വരുന്നുള്ളൂ കേട്ടോ. 2 എണ്ണത്തിന് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതും കൂടെ വാങ്ങിക്കോട്ടോ ഇത് വാങ്ങുന്നവർ. കാരണം അതിൻ്റെ ഹാൻഡിൽ ചൂടാവുന്ന ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇനിയിപ്പോൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ട് കൊടുക്കാം ഇൻഡസ് വാലിൻ്റെ. അപ്പോൾ നിങ്ങൾ നമ്മളെ കൂപ്പൺ കോഡും കൂടെ ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്ത് കേട്ടോ. കുറേ വീഡിയോയിൽ എല്ലാവരും ചോദിക്കലുണ്ട്, ഞാൻ വിട്ടുപോകും കേട്ടോ. എല്ലാ വീഡിയോയിലും തരാൻ ഞാൻ വിട്ടുപോകും, അതുകൊണ്ടാണ് ഇതിൽ സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് കണ്ടോ, നമ്മൾ റാഗി നല്ല പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവം മതി കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് കാണാം അതിങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരും. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് പാനിൽ തന്നെ വെക്കണ്ട, പാനിൽ നിന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് എന്തിലേക്കെങ്കിലും ഒന്ന് ഇത് മാറ്റാം. കാരണം ഒരുപാടങ്ങ് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിയത്. ഇനി എല്ലാം ഒന്ന് ആറിയതിന് ശേഷം, വല്ലാണ്ട് തണിയണ്ട, ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് നട്ട്സിൽ മാറ്റങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താട്ടോ, ഒരു കുഴപ്പമില്ല. ഇതന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഇനി ഇതാ പൊടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് പൊടിക്കരുത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ പൊടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത്രയും മതി. ഒരുപാടങ്ങ് നമ്മൾ പിന്നെയും നല്ല ഫൈനായിട്ട് പൊടിയട്ടെ എന്ന് വെച്ച് കറക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ നട്ട്സിൽ എണ്ണയുള്ളത് കൊണ്ടില്ലേ അതിങ്ങനെ കട്ടയായിട്ട് പോകും കേട്ടോ. കട്ടയായിട്ട് എണ്ണ വരുന്ന രീതിയിലേക്ക് ആക്കരുത്, നമുക്ക് ജസ്റ്റ് പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നിർത്തി ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളെ റാഗിയില്ലേ അത് വേറെ തന്നെ പൊടിച്ചോ കേട്ടോ. ബാക്കിയെല്ലാം ഒരുമിച്ച് പൊടിച്ചോ, റാഗി വേറെ തന്നെ വെച്ചിട്ട് അത് പൊടിച്ചോ കേട്ടോ. മറ്റേതിൻ്റെ കൂടെ ഇത് പൊടിയാണ്ട് പോകണ്ട, ഫൈനായിട്ട് പൊടിയാണ്ട് പോകണ്ട. ഇപ്പോൾ ഞാൻ എല്ലാം നമ്മളെ നട്ട്സ് എല്ലാം ഞാൻ പൊടിച്ചെടുത്തു, അതുപോലെ തന്നെ നമ്മളെ റാഗിയും പൊടിച്ചെടുത്തു. ഇനി ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്വീറ്റ് വേണമെങ്കിൽ ചിലർക്കെല്ലാം സ്വീറ്റായിട്ട് വേണ്ടി വരും. അങ്ങനെയുള്ളവർ ഹെൽത്തി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കരിപ്പട്ടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതിങ്ങനെ പൊടിച്ചിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്താൽ മതി. ഇനി അല്ലെങ്കിൽ നല്ല ശർക്കര കിട്ടുമെങ്കിൽ നല്ല ഡാർക്ക് ശർക്കര കേട്ടോ അതെടുക്കുക, അതാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ശർക്കര എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, കാരണം ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാം, ഹണി ചേർത്തിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെ കഴിക്കുക. അത്രയും ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചെടുത്തിട്ട് അതിൽ ഡേറ്റ്സ് മിക്സ് ചെയ്തിട്ടൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇങ്ങനെ സ്പൂണായിട്ട് സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു രീതിയിലും ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒന്നുകൂടെ ഹെൽത്തി ആവും. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഈ ഷുഗറും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. എനിക്ക് ഈ ഒരു പിസ്തേൻ്റെ ഉപ്പും എല്ലാം ഇതിൽ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു മധുരം വേണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വീറ്റായിട്ട് ഒന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇനിയിപ്പം ഒന്നുകൂടെ ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം, നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. ഇത്രയും അളവിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ വീട്ടിൽ കഴിക്കുന്നതിന് അനുസരിച്ച് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ 3 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ഒക്കെ എടുക്കും. എന്തായാലും 1 ടീസ്പൂൺ ഞാൻ എന്തായാലും എടുക്കും. അങ്ങനെയാണ് കഴിക്കുക. പിന്നെ ഡെയിലി കഴിക്കാത്തവരോ അല്ലെങ്കിൽ അത്ര ആൾ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാടങ്ങ് പൊടിച്ച് വെക്കരുത് കേട്ടോ. ഇത്ര അളവിൽ പൊടിച്ച് വെച്ചാൽ കേടൊന്നും വരില്ല. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട.
കുറേ നാൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ പൊടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. ഈ ഒരളവ് നിങ്ങൾക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് ഡെയിലി 1-2 ടീസ്പൂൺ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. പാലിൽ മിക്സ് ചെയ്തിട്ടോ വെറുതെ രാവിലെ ഇങ്ങനെ പൊടിയായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.